ഹരേ കൃഷ്ണ. ഇന്നത്തെ ഈ ശ്രീമദ് ഭാഗവതം സത്സംഗത്തിലേക്ക് എല്ലാ ഭക്തന്മാരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഈ സേവനം എനിക്ക് നൽകിയ കരമന നീലമാധവ് സത്സംഗത്തിനും കഥാമൃത പ്രഭുവിനും ഐശ്വര്യ മാതാജിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നിൽ നിന്നും വന്നേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെയും അബദ്ധങ്ങളെയും ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് എല്ലാ വൈഷ്ണവരോടും പ്രാർത്ഥിക്കുന്നു. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപി ജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ ഗിരിവരധാരി, യശോദനന്ദന വ്രജ ജനരഞ്ജന, യശോദനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ജയ രാധാ മാധവ് ജയ രാധാ മാധവ്, രാധാ മാധവ് ജയ രാധാ മാധവ്, ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം, കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം, ജയ ജഗന്നാഥ ജയ ബലദേവാ, ജയ സുഭദ്രമയീ ജയ സുദർശന, ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ്, ഗൗരനിതായ് ജയ ഗൗരനിതായ്, ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ്, നരസിംഹദേവ് ജയ നരസിംഹദേവ്, ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ, പഞ്ചതത്വ ജയ പഞ്ചതത്വ, ജയ ജയ പ്രഭുപാദ് പ്രഭുപാദ് പ്രഭുപാദ്, ജയ ജയ പ്രഭുപാദ്, ജയ ജയ ഗുരുദേവ് ഗുരുദേവ് ഗുരുദേവ്, ജയ ജയ ഗുരുദേവ്, നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ ഹരി ബോൾ, നിതായ് ഗൗര ഹരി ബോൾ. ശില പ്രഭുപാദ് की जय, ഗുരുദേവ് की जय, അനന്ത കോടി വൈഷ്ണവവൃന്ദ की जय. ആദ്യമായി എൻ്റെ ആധ്യാത്മിക ഗുരുവായ ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജന്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ശിക്ഷാഗുരുമാരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈഷ്ണവർക്കും ഞാൻ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ എന്നിൽ നിന്നും വരുന്നതിനായി എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ജയപതാക സ്വാമിനി നാമിനെ, നമാചാര്യപാദായ നിതായ് കൃപാപ്രദായിനെ, ഗൗരഗദാമദായ നഗരഗ്രാമധാരിണെ, നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനി നാമിനെ, നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ, നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ,
ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യം ഈശ്വരം. ഹരേ കൃഷ്ണ. ഇന്ന് ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്ന 7-ാമത്തെ അധ്യായത്തിലെ 42-ാമത്തെ ശ്ലോകമാണ് ഇവിടെ ചർച്ചയ്ക്കായി വരുന്നത്. ശ്ലോകം വായിക്കാം. തദാഹൃതം പശുവൽ പാശബദ്ധ അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപൃതം ഗുരോസുതം വാമ സ്വഭാവാ കൃപയാ നനാമച. തദാഹൃതം പശുവൽ പാശബദ്ധ അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമ സ്വഭാവാ കൃപയാ നനാമച. തദാഹൃതം പശുവൽ പാശബദ്ധ അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമ സ്വഭാവാ കൃപയാ നനാമച. വാക്കുകളുടെ അർത്ഥം: തഥാ അപ്രകാരം, ആഹൃതം അകത്തേക്ക് കൊണ്ടുവരിക, പശുവൽ മൃഗത്തെ പോലെ, പാശബദ്ധം കയറുകളാൽ ബന്ധിച്ച്, അവാങ്മുഖം നിശബ്ദനായി, കർമ്മ പ്രവർത്തികളാൽ, ജുഗുപ്സിതേന അതിനിന്ദ്യമായ, നിരീക്ഷ്യ ദർശിക്കയാൽ, കൃഷ്ണ ദ്രൗപദി, അപകൃതം അതിനിന്ദ്യമായ തരംതാണ പ്രവൃത്തി ചെയ്തവൻ, ഗുരു ഗുരു, സുതം പുത്രൻ, വാമ മനോഹരമായ, സ്വഭാവ സ്വഭാവം, കൃപയാ കൃപയാൽ, നനാമ വണങ്ങി, വിവർത്തനം അനുഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ശ്രീ സൂത ഗോസ്വാമി അരുളി ചെയ്തു: പരമനിന്ദ്യമായ വധം ചെയ്തതാകയാൽ നിശബ്ദനും കയറാൽ മൃഗത്തെ പോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവനുമായ അശ്വത്ഥാമാവിനെ ദ്രൗപദി വീക്ഷിച്ചു. അവളുടെ സ്ത്രീ സഹജമായ സ്വഭാവത്താലും സ്വഭാവപരമായി സദ്ഗുണസമ്പന്നയും ഉത്തമ പെരുമാറ്റശീലമുള്ളവളുമാകയാൽ ബ്രാഹ്മണനായ അശ്വത്ഥാമാവിങ്കൽ യഥോചിതമായ ആദരവ് പ്രകടിപ്പിച്ചു. ഭാവാർത്ഥം: അശ്വത്ഥാമാവ് സ്വയം ഭഗവാനാൽ ദണ്ഡനാർഹനാണെന്ന് വിധിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഒരു ബ്രാഹ്മണപുത്രനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഗുരുപുത്രനെ പോലെയോ അല്ലാതെ അവൻ അർജുനനാൽ ഒരു മൃഗത്തെ എന്ന പോലെ ഉപചരിക്കപ്പെട്ടു. എന്നാൽ ശ്രീമതി ദ്രൗപദി സമക്ഷം അവൻ കൊണ്ടുവരപ്പെട്ടപ്പോൾ സ്വപുത്രന്മാരുടെ വധത്തിൽ ദുഃഖാർത്ഥയെങ്കിലും സ്വപുത്രരുടെ ഘാതകനെങ്കിലും സാധാരണ ബ്രാഹ്മണർക്ക് അഥവാ ബ്രാഹ്മണപുത്രർക്ക് നൽകേണ്ടുന്ന യഥാവിധമായ ഉപചാരമൊന്നും അവൾ അവന് നൽകാതിരുന്നില്ല. ഒരു സ്ത്രീ എന്ന നിലയിലുള്ള അവളുടെ സൗമ്യമായ സ്വഭാവ സവിശേഷത കാരണമാണത്. ഒരു വർഗം എന്ന നിലയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഒട്ടും മെച്ചമല്ല. ആകയാൽ യുവാക്കളെ പോലെയുള്ള വിവേചന ശക്തി അവർക്കില്ല. ദ്രോണാചാര്യരുടെ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണന്റെ അയോഗ്യനായ പുത്രനാണ് താനെന്ന് അശ്വത്ഥാമാവ് സ്വയം തെളിയിച്ചു കഴിയും. ഇക്കാരണത്താൽ പരമാധികാരിയായ ശ്രീകൃഷ്ണനാൽ അപരാധി എന്ന് വിധിക്കപ്പെടുകയും ചെയ്തു. എങ്കിൽ തന്നെയും ഒരു ബ്രാഹ്മണന് നേരെയുള്ള സ്വാഭാവികമായ സഭ്യത സൗമ്യയായ ഒരു സ്ത്രീക്കും പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഇന്നും ഹിന്ദു കുടുംബത്തിലെ സ്ത്രീ ബ്രാഹ്മണ വർഗത്തോട് ബ്രാഹ്മണ ബന്ധു എത്ര നിന്ദ്യനെങ്കിലും യഥോചിതമായ ആദരവ് പ്രകടിപ്പിക്കുന്നു. എന്നാൽ നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചവനെങ്കിലും ശൂദ്രനേക്കാൾ നിന്ദ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ബ്രാഹ്മണ ബന്ധുക്കളെ എതിർക്കാൻ ജനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്ന സവിശേഷ പദങ്ങൾ വാമസ്വഭാവം, അതായത് സ്വഭാവത്താൽ മാന്യനും സൗമ്യനുമായ ഒരു സദ്വ്യക്തി അഥവാ സ്ത്രീ ഏതിനെയും അനായാസേന സ്വീകരിച്ചംഗീകരിക്കുന്നു. എന്നാൽ ശരാശരി ബുദ്ധിവൈഭവം മാത്രമുള്ള ഒരു വ്യക്തി
അപ്രകാരം ചെയ്യുന്നില്ല. നമ്മുടെ വിവേചന ശക്തിയെയും ന്യായത്തെയും മാന്യനാകാനായി മാത്രം നാം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഓരോന്നിനെയും അതിൻ്റെതായ കഴിവനുസരിച്ച് വിലയിരുത്താനുള്ള നല്ല വിവേചന ശക്തി ഉണ്ടായിരിക്കണം. ഒരു സ്ത്രീയുടെ സൗമ്യമായ സ്വഭാവത്തെ പിന്തുടർന്ന് നീചരെ ഒരിക്കലും അംഗീകരിക്കരുത്. സദ്ഗുണസമ്പന്നനായ ഒരു സ്ത്രീയാൽ അശ്വത്ഥാമാവ് ആദരിക്കപ്പെട്ടേക്കാം, പക്ഷേ ഒരു ശുദ്ധ ബ്രാഹ്മണനോളം നന്മയുള്ളവനാണ് അവനെന്ന് അത് അർത്ഥമാക്കുന്നില്ല. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. നമുക്ക് ഇതിന്റെ ചർച്ചയിലേക്ക് കടക്കാം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമുക്കറിയാം, ഈ സ്കന്ധം 3 ഭാഗങ്ങളായി പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നതാണ്. ശ്രീമദ് ഭാഗവതം രചിക്കപ്പെടുന്നു. ദ്രൗപദിയുടെ പുത്രന്മാർ അശ്വത്ഥാമനാൽ ഹനിക്കപ്പെടുന്നു. അശ്വത്ഥാമാവ് ശിക്ഷിക്കപ്പെടുന്നു. ഈ 3 ഭാഗങ്ങൾ. ഇതിൽ ആദ്യത്തെ 2 ഭാഗങ്ങളും കടന്ന് അശ്വത്ഥാമാവ് ശിക്ഷിക്കപ്പെടുന്നു എന്ന മൂന്നാമത്തേതും അവസാനത്തേതുമായ ഭാഗത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഒന്ന് ഓടിച്ചൊരു എത്തിനോട്ടം നടത്താം. ശ്രീല നാരദ മഹർഷിയിൽ നിന്നും ആവശ്യമായ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം സരസ്വതി നദീതീരത്ത് ശ്യാമപ്രാസിയിലുള്ള തന്റെ ആശ്രമത്തിൽ ധ്യാനനിരതനായ ശ്രീല വ്യാസദേവൻ ഭഗവാനെയും ഭഗവാന്റെ വിവിധ ശക്തികളെയും അദ്ദേഹത്തിന്റെ പൂർണ്ണാംശങ്ങളെയും അവതാരങ്ങളെയും തന്റെ ആത്മാവിൽ സാക്ഷാത്കരിച്ച് ബദ്ധ ജീവാത്മാക്കളുടെ ക്ലേശങ്ങൾക്ക് നിദാനമായ കാരണങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം മുഴുവൻ മാനവ സമൂഹത്തിന്റെയും നന്മയ്ക്കായി ശ്രീമദ് ഭാഗവതം രചിച്ചു. പിന്നീട് അത് തന്റെ പുത്രനും ആത്മജ്ഞാനപരമായി പ്രബലനും ഭഗവത് ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടവനുമായ ശ്രീല ശുകദേവ ഗോസ്വാമിയെ അഭ്യസിപ്പിച്ചു. ശ്രീല ശുകദേവ ഗോസ്വാമിയിൽ നിന്നും ശ്രീമദ് ഭാഗവതം ശ്രവിച്ച സൂത ഗോസ്വാമി നൈമിഷാരണ്യത്തിൽ സമ്മേളിച്ച ഋഷിമാർക്കായി ഭാഗവതം വിവരിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം പിന്നിട്ടപ്പോൾ ഇരുപക്ഷത്തെയും മഹാരഥന്മാരും ബന്ധുമിത്രാദികളും എല്ലാവരും തന്നെ വീരമൃത്യു വരിച്ചു. കൗരവപക്ഷത്ത് അവശേഷിച്ചത് ഭീമന്റെ ഗദാപ്രഹരമേറ്റ് തുടയെല്ല് തകർന്ന് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ മൃതപ്രായനായി കിടന്നിരുന്ന ദുര്യോധനനും അശ്വത്ഥാമാവ്, കൃതവർമാവ്, കൃപാചാര്യൻ എന്നീ 3 പേരുമാണ് മാത്രമായിരുന്നു. അശ്വത്ഥാമാവ് ദുര്യോധനോടുള്ള യജമാന സ്നേഹം പ്രകടിപ്പിക്കാൻ ദുര്യോധനന്റെ സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടി ദ്രൗപദിയുടെ ഉറങ്ങിക്കിടന്ന 5 കുഞ്ഞുങ്ങളെ നിഷ്കരുണം ശിരച്ഛേദം ചെയ്ത് യുദ്ധഭൂമിയിൽ കിടന്ന ദുര്യോധനൻ സമർപ്പിക്കുന്നു. ഇനി ദുര്യോധനൻ അതിൽ അല്പം പോലും സന്തോഷിക്കുകയോ സംതൃപ്തനാകുകയോ ചെയ്തില്ല എന്നും നമ്മൾ കണ്ടു. തന്റെ പുത്രന്മാരുടെ വധത്തിൽ ഹൃദയം നൊന്ത് വിലപിച്ച ദ്രൗപദിയെ ദ്രോണപുത്രന്റെ ശിരസ് അറുത്തു കൊണ്ടുവന്ന് തന്റെ പുത്രന്മാരുടെ ചിത ദഹിപ്പിച്ചതിന് ശേഷം ആ ശിരസിൽ ചവിട്ടി നിന്ന് സ്നാനം ചെയ്യാനായി ദ്രൗപദിക്ക് നൽകും എന്ന് പ്രതിജ്ഞയെടുത്ത് സാന്ത്വനിപ്പിച്ചതിന് ശേഷം സർവവിധ ആയുധ സന്നാഹങ്ങളും കൂടി അച്യുതൻ മിത്രവും സാരഥിയുമായ അർജുനൻ ഭഗവാനോടൊപ്പം അശ്വത്ഥാമാവിനെ പിന്തുടർന്നു പോകുന്നു. കോപാക്രാന്തനായി ഭഗവാനും ഒരുമിച്ച് വരുന്ന അർജുനനെ വളരെ ദൂരെ നിന്ന് കണ്ട മാത്രയിൽ അർജുനന്റെയും ഭഗവാന്റെയും കോപാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്ന അശ്വത്ഥാമാവ് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്നു. ക്ഷീണിച്ച് തളർന്ന കുതിരകളുമായി ഇനി തനിക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഭയപ്പെട്ട അശ്വത്ഥാമാവ് പ്രാണൻ നഷ്ടപ്പെടും എന്ന ഭീതിയിൽ തനിക്ക് സ്വായത്തമായിരുന്ന സർവസംഹാരകാരിയായ ബ്രഹ്മാസ്ത്രം എന്ന ആയുധത്തെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ പ്രയോഗിക്കുന്നു. കണ്ണഞ്ചിക്കുന്ന പ്രഭാപുരത്തോടെ വരുന്ന ആ അസ്ത്രത്തിന്റെ ദീപ്തി കണ്ട് സ്വന്തം ജീവൻ തന്നെ അപകടത്തിലാകുമോ എന്ന് ഭയപ്പെടാൻ തക്കവണ്ണം തീക്ഷ്ണമായ അതിന്റെ ജ്വാലകൾ കണ്ട് അർജുനൻ പരമദിവ്യോത്തമ പുരുഷനും ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിർഭയത നിവേശിപ്പിക്കാൻ സമർത്ഥനുമായ ഭൗതിക ക്ലേശങ്ങളുടെ അഗ്നിജ്വാലകളാൽ തപിക്കുന്ന ഏവരുടെയും ആശ്രയമായ ഭഗവാന് ശരണാഗതി പ്രാപിച്ച് പ്രാർത്ഥനകൾ അർപ്പിക്കാൻ തുടങ്ങി. തുടർന്ന് 22 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങൾ അർജുനന്റെ ഭഗവാനോടുള്ള സ്തുതികളാണ്. അതിനുശേഷം ദേവാദിദേവനായ ഭഗവാനോട് അത്യാപൽക്കരമായ ഈ തേജസ്സിന്റെ ഉറവിടത്തെക്കുറിച്ച് അർജുനൻ ആരായുന്നു. അപ്പോൾ മൃത്യുവിനെ ഭയന്ന് നിസ്സഹായനായ ദ്രോണപുത്രൻ സ്വയം തിരിച്ചെടുക്കാൻ അറിയാത്ത ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിരിക്കുകയാണെന്ന് ഭഗവാൻ പറയുകയും
പ്രപഞ്ചനാശത്തിന് തന്നെ കാരണമാകുന്ന ആ ബ്രഹ്മാസ്ത്രത്തിനെ നിർവീര്യമാക്കാനായി അർജുനന്റെ കൈവശമുള്ള ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. അർജുനൻ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥനകളോടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും 2 ബ്രഹ്മാസ്ത്രങ്ങളും സംയോജിച്ചപ്പോൾ സർവനാശവേളയിൽ മാത്രം സംഭവ്യമാകുന്ന സമ്പർദ്ദാഗ്നിയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു ബൃഹത് അഗ്നിവലയം സർവബാഹ്യാന്തരീക്ഷത്തെയും നഭോമണ്ഡലത്തെയും ആവരണം ചെയ്തതായി പറയുന്നു. അങ്ങനെ ഭഗവാൻ ആഗ്രഹിച്ച പ്രകാരം ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കി ജ്വലിക്കുന്ന കോപത്തോടെ ബ്രാഹ്മണപുത്രനായ അശ്വത്ഥാമാവിനെ ഒരു മൃഗത്തെ എന്ന പോലെ ഒരു വടം കൊണ്ട് അർജുനൻ ബന്ധിച്ചു. സ്വന്തം ശിബിരത്തിലേക്ക് ബന്ധിക്കപ്പെട്ട അശ്വത്ഥാമാവിനെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ച അർജുനനോട് ഭഗവാൻ പറയുന്നു, നിദ്രയിലായിരുന്ന നിരപരാധികളായ കുട്ടികളെ വധിച്ചതുകൊണ്ട് ബ്രാഹ്മണ ബന്ധു ആയാൽ പോലും അശ്വത്ഥാമാവ് ദയയ്ക്ക് അർഹനല്ലെന്നും അവനെ മോചിപ്പിക്കാതെ വധിക്കുക തന്നെ വേണം എന്നും നിർദ്ദേശിക്കുന്നു. അതിനാസ്പദമായ ധർമ്മതത്വങ്ങളെക്കുറിച്ചും ഭഗവാൻ വിശദീകരിക്കുന്നു. നിദ്രയിലാണ്ടിരിക്കുന്നതും രഥം നഷ്ടപ്പെട്ടതും പേടിച്ചരണ്ടതുമായ ആളുകളെ, ഇങ്ങനെയുള്ളവരെ ആരെയും ധർമ്മതത്വങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ വധിക്കുകയില്ല. അതിലുമുപരി അങ്ങനെയുള്ള ഒരാൾ ഒരു ബാലനെയോ സ്ത്രീയെയോ കീഴടങ്ങിയ ആത്മാവിനെയോ വധിക്കാറില്ല എന്നും പറയുന്നു. അശ്വത്ഥാമാവ് ഒരു ബ്രാഹ്മണനായിട്ട് പോലും ഈ ധർമ്മതത്വങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ല. ഭഗവാൻ പറയുന്നു, അതുകൊണ്ട് നിശ്ചയമായും അശ്വത്ഥാമാവ് വധാർഹനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇവിടെ അശ്വത്ഥാമാവ് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബ്രാഹ്മണ വർഗത്തിൽപ്പെടുന്ന ആളാണ് എന്ന് നമ്മൾ ഓർക്കണം. നമോ ബ്രാഹ്മണ ദേവായ ഗോബ്രാഹ്മണ ഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. ഇങ്ങനെ കീർത്തിക്കപ്പെടുന്ന ഭഗവാൻ ധർമ്മതത്വങ്ങൾക്കുമേൽ അത്രയ്ക്ക് നികൃഷ്ടമായ പ്രവൃത്തി ചെയ്ത ഇതുകൊണ്ട് അശ്വത്ഥാമാവ് വധിക്കപ്പെടണം എന്ന് പറയുന്നു. അങ്ങനെ ചെയ്യാത്ത പക്ഷം അയാൾ സ്വന്തം കർമ്മഫലമായി അതിനേക്കാൾ എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടുന്നതിനേക്കാൾ നിന്ദ്യമായ അവസ്ഥയിലേക്ക് അധപ്പതിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു. ഇവിടെ അശ്വത്ഥാമാവിനെ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഭഗവാൻ വിട്ടത് എന്ന് പിന്നീട് നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ഭഗവാൻ അർജുനനെ പ്രലോഭിപ്പിക്കുന്നു. പുത്രന്മാരെ ഹത്യ ചെയ്ത് അവന്റെ ശിരസ് മുൻപിൽ കൊണ്ടുവന്നിട്ട് തരാമെന്ന് അർജുനൻ ദ്രൗപദിയോട് പ്രതിജ്ഞ ചെയ്യുന്നത് താൻ കേട്ടതാണ്. അവൻ ചതിയനാണ്, അവനെ വധിക്കണം എന്ന് വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഇവിടെ സൂത ഗോസ്വാമി പറയുന്നു, പരീക്ഷണാർത്ഥം ഭഗവാൻ ഇങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു എങ്കിലും മഹാത്മാവായ അർജുനൻ അശ്വത്ഥാമാവിനെ വധിക്കാൻ താല്പര്യപ്പെട്ടില്ല. അങ്ങനെ അർജുനൻ സ്വന്തം ശിബിരത്തിൽ സാരഥിയും മിത്രവുമായ ഭഗവാനോടൊപ്പം മൃഗത്തിനെ എന്ന വണ്ണം ബന്ധനസ്ഥനാക്കിയ അശ്വത്ഥാമാവിനെ പുത്രന്മാരുടെ ഹത്യയിൽ വിലപിക്കുന്ന ദ്രൗപദിക്ക് മുൻപിൽ കൊണ്ടുവന്നു കൊടുത്തു. പുത്രന്മാരുടെ ഘാതകനായ ദ്രോണപുത്രനെ കണ്ടപ്പോൾ ദ്രൗപദി എന്തു ചെയ്തു? എന്തായിരുന്നു ദ്രൗപദിയുടെ പ്രതികരണം? ഇതാണ് 1:7:42 ശ്ലോകത്തിൽ വിശദീകരിക്കുന്നത്. തഥാഹൃതം പശുവൽ പാശബദ്ധ അവാങ്മുഖം കർമ്മ ജുഗുപ്സിതേന നിരീക്ഷ്യ കൃഷ്ണാപകൃതം ഗുരോസുതം വാമസ്വഭാവ കൃപയാനനാമച. അതായത് സൂത ഗോസ്വാമി അരുളി ചെയ്തു, പരമനിന്ദ്യമായ വധം ചെയ്തതാകയാൽ നിശബ്ദനും കയറാൽ മൃഗത്തെ പോലെ ബന്ധിക്കപ്പെട്ടു കിടക്കുന്നവനുമായ അശ്വത്ഥാമാവിനെ ദ്രൗപദി വീക്ഷിച്ചു. അവളുടെ സ്ത്രീ സഹജമായ സ്വഭാവത്താലും സ്വഭാവപരമായി സദ്ഗുണസമ്പന്നയും ഉത്തമ പെരുമാറ്റശീലമുള്ളവളുമാകയാൽ ബ്രാഹ്മണനായ അശ്വത്ഥാമാവിങ്കൽ യഥോചിതമായ ആദരവ് പ്രകടിപ്പിച്ചു. ഇതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ട് തന്നെ പ്രഭുപാദ് ഇതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ആധുനിക സംസ്കാരത്തിന് തികച്ചും വിരുദ്ധമായിട്ടുള്ളത് എന്ന് ഒരർത്ഥത്തിൽ നമുക്ക് തോന്നാം. എങ്കിലും നമ്മൾ ഇതിനെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മുഴുവൻ സംഭവങ്ങളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുന്നു അവനെ പെട്ടെന്ന് തന്നെ വധിക്കണം എന്ന്. അതുപോലെ ഭഗവാൻ യുധിഷ്ഠിരനോട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ യുധിഷ്ഠിരൻ ഒന്ന് സംശയിച്ചു. എന്നിട്ട് അശ്വത്ഥാമ ഹത എന്ന് പറഞ്ഞു, പതുക്കെ കുഞ്ചര എന്നും പറഞ്ഞതായി പറയുന്നു. ഇവിടെ ഭഗവാൻ നിർദ്ദേശിച്ചതുപോലെ പറയാൻ
യുധിഷ്ഠിരനൊന്ന് സംശയിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? അതുവരെ ധർമ്മപുത്രർ എന്നറിയപ്പെട്ടിരുന്ന യുധിഷ്ഠിരന്റെ ഭൂമിയിൽ നിന്നും പൊങ്ങി നിന്നിരുന്ന രഥം താഴെ മുട്ടി. ഇവിടെ നമുക്ക് തോന്നാം യുധിഷ്ഠിരൻ ഭഗവാന്റെ എറ്റേണൽ അസോസിയേറ്റ് ആണ്, എന്തും ഭഗവാന്റെ നിർദ്ദേശാനുസരണം വർത്തിക്കുന്നവരാണ്, അദ്ദേഹം ഒരിക്കലും ഭഗവാന്റെ നിർദ്ദേശത്തെ സംശയിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഭഗവാൻ തന്റെ യഥാർത്ഥ ഭക്തന്മാരിലൂടെ ധർമ്മത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്നു. അവർ ഭഗവാന്റെ കയ്യിലെ ശരിയായ ഉപകരണങ്ങളായി വർത്തിക്കുന്നു. ഇവിടെ യുധിഷ്ഠിരന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഭഗവാനോടുള്ള സ്നേഹമില്ലാത്തത് കൊണ്ടോ ഭഗവാനെ അനുസരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടോ ഒന്നുമല്ല, ധർമ്മത്തിന്റെ നിയമങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി യുധിഷ്ഠിരനെ ഭഗവാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിക്കുന്നു. ഭഗവാന്റെ നിർദ്ദേശങ്ങൾ സംശയിക്കപ്പെടാതെ അനുസരിക്കാനുള്ളതാണ്. ഭഗവാൻ എന്തു പറയുന്നു അത് മറ്റൊന്നും ചിന്തിക്കാതെ നടപ്പിലാക്കുക, അത് മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം. ഭഗവാൻ പറയുന്നതാണ് ധർമ്മം. അതുപോലെ ഇതിനു മുൻപുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു, ഭഗവാൻ അർജുനനോട് അശ്വത്ഥാമാവിനെ വധിക്കാനായി പറയുന്നു. അങ്ങനെ വധിക്കാൻ ഉപോത്ബലകമായ ഒരുപാട് തത്വങ്ങൾ ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാ രീതിയിലും അശ്വത്ഥാമാവ് വധാർഹനാണ്, എത്രയും പെട്ടെന്ന് അശ്വത്ഥാമം വധിക്കപ്പെടണം എന്ന് ഭഗവാൻ പറയുന്നു. പക്ഷെ ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അർജുനൻ അശ്വത്ഥാമാവിനെ വധിക്കാൻ താല്പര്യപ്പെട്ടില്ല. ഇവിടെ സൂത ഗോസ്വാമി പറയുന്നതായി നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ അർജുനനെ ഭഗവാൻ പരീക്ഷിക്കുകയായിരുന്നു. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനെന്ന നിലയിൽ അർജുനൻ ഭഗവാന്റെ ഇംഗിതം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ഇനി നമുക്ക് കാണാം 3 തരം ശിഷ്യന്മാരാണുള്ളത് അല്ലെ. ഇതിൽ ആദ്യത്തെ ശിഷ്യൻ ഗുരു പറയാതെ തന്നെ ഗുരു എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഗുരുവിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നു. ഇനി 2ാം തരം ശിഷ്യന്മാരോ, അവർ ഗുരു എന്താണോ പറയുന്നത് അത് അതുപോലെ തന്നെ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇനി 3ാമത്തെ തരം ശിഷ്യന്മാരോ, ഗുരു എന്ത് പറഞ്ഞാലും മനസ്സിലാക്കാനും അതുകൊണ്ട് തന്നെ അനുസരിക്കാനും കഴിയാത്ത ശിഷ്യന്മാർ. ഇവിടെ അർജുനൻ ഭഗവാൻ പറഞ്ഞിട്ടും അശ്വത്ഥാമാവിനെ വധിക്കാതിരുന്നത് ഒരു 3ാം തരം ശിഷ്യനായതുകൊണ്ടല്ല, അർജുനൻ ഒരു 1ാം തരം ശിഷ്യൻ തന്നെ ആയിരുന്നു. ഇവിടെ ഭഗവാൻ അശ്വത്ഥാമാവിനെ ഉടൻ വധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അർജുനന്റെ കർത്തവ്യബോധത്തെ പരീക്ഷിക്കുകയായിരുന്നു എന്നാണ് സൂത ഗോസ്വാമി പറയുന്നത്. ഇതിനു മുൻപുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശ്ലോകത്തിന്റെ പർപ്പട്ടിൽ ചില പ്രഭുപാദ് പറയുന്നുണ്ട്, ബാഹ്യമായിട്ട് കാണുമ്പോൾ അശ്വത്ഥാമാവിനെ വധിക്കാൻ ഭഗവാൻ അർജുനനെ പ്രേരിപ്പിക്കുകയാണെന്ന് തോന്നുമെങ്കിലും ഭഗവാൻ അർജുനന്റെ കർത്തവ്യബോധം പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഇനി എന്തായിരുന്നു അർജുനന്റെ കർത്തവ്യം? നമുക്ക് നോക്കാം. എത്രമേൽ നിന്ദ്യനും നീചനും സ്വന്തം കുലത്തിലെ കുട്ടികളുടെ ഘാതകനുമായ അശ്വത്ഥാമാവ് വധാർഹനെങ്കിലും ആദരണീയനായ സ്വന്തം ആചാര്യന്റെ പുത്രനാണ്. അർജുനൻ ദ്രോണാചാര്യരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുമായിരുന്നു. പുത്രൻ നീചനെങ്കിലും ഗുരു ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യണം. തന്റെ പതിയുടെ വധത്തിനു ശേഷം നിരാലംബയായ ഗുരുപത്നി കൃപിയുടെ ഇനിയുള്ള ആശ്രയം പുത്രനായ അശ്വത്ഥമാവാണ്. ഗുരുപത്നി സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് വധാർഹനെങ്കിലും ദ്രോണപുത്രനോട് കാരുണ്യപൂർവ്വം പെരുമാറണം എന്ന് അർജുനൻ വിചാരിച്ചു. ഗുരുപത്നി ഒരു മനുഷ്യന്റെ സപ്തമാതാക്കളിൽ ഒരാളാണ്. ചാണക്യ പണ്ഡിതൻ പറയുന്നത്, ചില പ്രഭുപാദ് കോട്ട് ചെയ്തിരിക്കുന്നത്, ആത്മമാതാ ഗുരുപത്നി ബ്രാഹ്മണി രാജപത്നിക ധേനുർധാത്രി തഥാ പൃഥ്വി. അതായത് ജന്മം നൽകിയ സ്വന്തം അമ്മ ഗുരുപത്നി, ബ്രാഹ്മണി രാജാവിന്റെ പത്നി, ധേനു ഗോമാതാവ്, ധാത്രി അതായത് പൃഥ്വി ഭൂമി. ഇതാണ് 7 മനുഷ്യന്റെ 7 മാതാക്കൾ. അപ്പോ ഇവിടെ അർജുനന്റെ കർത്തവ്യം ഗുരുപത്നി സംരക്ഷിക്കപ്പെടണം, ആചാര്യൻ ആദരിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യണം, അതായിരുന്നു. അപ്പോ ഇനി അർജുനൻ തന്റെ കർത്തവ്യബോധത്തിൽ പരിപൂർണനല്ലാത്തത് കൊണ്ടോ അർജുനൻ പൂർണ്ണമായും കർത്തവ്യനിരതനാണെന്ന് ഭഗവാൻ അറിയാത്തത് കൊണ്ടോ അല്ല അർജുനനെ പരീക്ഷണത്തിന് വിധേയമാക്കിയത്. അർജുനന്റെ കർത്തവ്യബോധത്തെ പുകഴ്ത്തിക്കാൻ വേണ്ടിയായിരുന്നു ഭഗവാൻ അത് പരീക്ഷിച്ചത്. നമുക്കറിയാം, വൃന്ദാവനത്തിലെ ഗോപിമാരും പ്രഹ്ലാദ് മഹാരാജനെ പോലുള്ള പരിശുദ്ധ ഭക്തന്മാരും ഇത്തരം പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുള്ളതായിട്ട് അവരെല്ലാം അവരവർക്കായിട്ടുള്ള പരീക്ഷണങ്ങളെ വിജയകരമായി തരണം ചെയ്യുകയും ചെയ്തു. ഇവിടെ അർജുനനും തനിക്കായുള്ള പരീക്ഷണത്തിൽ വിജയിച്ചു. ഇനി ദ്രൗപദിയുടെ കാര്യം നോക്കാം.
ഇവിടെ കയറുകൊണ്ട് മൃഗത്തെ പോലെ ബന്ധിച്ച അശ്വത്ഥാമാവിനെ ദ്രൗപദിയുടെ മുൻപിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്റെ 5 കുഞ്ഞുങ്ങളെ നിഷ്കരുണം എല്ലാ ധാർമ്മിക തത്വങ്ങളെയും അവഗണിച്ചുകൊണ്ട് വധിച്ച ബ്രാഹ്മണനായ എന്ന് പറഞ്ഞാൽ ശരിയല്ല, കേവലം ബ്രാഹ്മണ ബന്ധു മാത്രമായ അശ്വത്ഥാമാവിന് ദ്രൗപദി ആദരമർപ്പിക്കുന്നു. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ വധിക്കാൻ പറഞ്ഞു. അർജുനൻ മൃഗത്തെ പോലെ കയറുകൊണ്ട് ബന്ധിച്ചു കൊണ്ടുവന്നു. ദ്രൗപദി പ്രണാമം അർപ്പിച്ചു. അർജുനൻ മൃഗസമാനനായി ബന്ധിച്ചു കൊണ്ടുവന്ന ബ്രാഹ്മണ ബന്ധുവായ അശ്വത്ഥാമാവിനെയാണ് ദ്രൗപദി ആദരിച്ചത്. ഇത് രണ്ടും തികച്ചും പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെ? ഇതിനു മുൻപുള്ള ശ്ലോകത്തിന്റെ പർപ്പട്ടിൽ ഭാഗവതത്തിന്റെ ഒറിജിനൽ വ്യാഖ്യാതാവായ ശ്രീധര സ്വാമി പറയുന്നു, അശ്വത്ഥാമാവിനെ മൃഗത്തെ പോലെ ബന്ധിക്കുക എന്നത് തികച്ചും ധാർമ്മികമായ കാര്യമാണ്. പക്ഷേ ബന്ധനസ്ഥനാക്കി തന്റെ മുൻപിൽ കൊണ്ടുവന്ന അശ്വത്ഥാമാവിനെ ദ്രൗപദി പ്രണമിക്കുന്നത് അവരുടെ വാമസ്വഭാവം കൊണ്ടാണ്. ഇവിടെ ചില പ്രഭുപാദ് ഇവിടെ വാമസ്വഭാവത്തെ വിശദീകരിക്കുന്നു. അടിസ്ഥാനപരമായി ലാഘവത്തോടെയെന്നോ വളരെ സാധാരണമായി എന്നോ അല്ലെങ്കിൽ വികാരപരമായി എന്നോ ഒക്കെ പറയാം. പ്രകൃത്യാ തന്നെ വളരെ സൗമ്യവും മാന്യവുമായ സ്വഭാവമായിട്ടാണ് സ്ത്രീകളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്. ചില പ്രഭുപാദ് പറയുന്നു, പ്രകൃത്യാ തന്നെ ഒരു നല്ല മനുഷ്യൻ, പുരുഷനായാലും സ്ത്രീ ആയാലും എന്തും വളരെ പെട്ടെന്ന് അംഗീകരിക്കും. പക്ഷേ സാമാന്യ ബുദ്ധിയുള്ള ഒരു പുരുഷൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എന്തും പെട്ടെന്ന് അംഗീകരിക്കില്ല. ഇവിടെ ഈ സാമാന്യ ബുദ്ധി എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ എങ്ങനെയായിരുന്നാലും സാമാന്യ മര്യാദകൾക്കും നല്ല സ്വഭാവത്തിനും അപ്പുറം കാര്യങ്ങളുടെ മെറിറ്റ് അനുസരിച്ച്, നല്ലതോ ചീത്തയോ എന്നതനുസരിച്ച്, സാമാന്യ നീതി അനുസരിച്ച് കാര്യങ്ങളെ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും വിധിക്കുന്നതിനും ഉള്ള വിവേചന ബുദ്ധി ഉണ്ടാകണം. അങ്ങനെയാണ് പ്രഭുപാദ് വളരെ ശക്തമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ധർമ്മശാസ്ത്രം അനുസരിച്ച് ഇവിടെ അശ്വത്ഥാമാവനോടുള്ള ദ്രൗപദിയുടെ ആദരവ് ന്യായീകരിക്കപ്പെടുന്നില്ല, ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പ്രഭുപാദ് പറയുന്നു. ഇത് തീർത്തും വൈകാരികമായി കാര്യങ്ങളെ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദ്രൗപദിയുടെ അശ്വത്ഥാമാവനോടുള്ള ആദരവ് പ്രകടിക്കുന്നതിനെ വാമ സ്വഭാവമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്ഷത്രിയനായ അർജുനൻ ദ്രൗപദിക്ക് കൊടുത്ത പ്രതിജ്ഞ പാലിക്കുന്നു. ശിരസ് ഛേദിച്ചു കൊണ്ടുവന്ന് കൊടുക്കാം എന്നാണ് പറഞ്ഞതെങ്കിലും ഭഗവാന്റെ ഇംഗിതം അനുസരിച്ച് അശ്വത്ഥാമാവിനെ ബന്ധിച്ച് ദ്രൗപദിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. തന്റെ പുത്രന്മാരുടെ ഘാതകന് എന്തു ശിക്ഷ വേണമെങ്കിലും ദ്രൗപദിക്ക് വിധിക്കാം. ഇവിടെ ക്ഷത്രിയർ പ്രതിജ്ഞ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണൻ ചാതുർവർണ്ണത്തിലെ ഏറ്റവും ഉയർന്ന വർണ്ണമാണ്. ഭഗവാന്റെ മുഖമായിട്ടാണ് ബ്രാഹ്മണനെ പറയുന്നത്. എന്താണ് ഒരു ബ്രാഹ്മണന്റെ കർത്തവ്യമായിട്ട് പറയുന്നത്? യജനം, യാചനം, പഠനം, പാഠനം, അല്ലെ? സമൂഹത്തിനെ വൈദിക സംസ്കാരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആൾ, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആൾ, അങ്ങനെ ഒരു വ്യക്തി ഘാതകനാകുന്നത് അക്ഷന്തവ്യമായ പാതകമാണ്. ഓ, നമ്മളെ സംരക്ഷിക്കേണ്ട ഒരാൾ നമ്മളെ സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, തന്റെ കർത്തവ്യം നിർവഹിക്കാതെ ക്രൂരമായി വധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരമ്മ തന്റെ കുഞ്ഞിനെ രക്ഷിക്കേണ്ട മാതാവ് അതിനെ വധിച്ചു കളഞ്ഞാൽ എങ്ങനെ എന്നതുപോലെയാണ് ഇവിടെ അശ്വത്ഥാമാവ് ചെയ്ത തെറ്റ്. അതുകൊണ്ട് അത് ഏറ്റവും ഗൗരവം അർഹിക്കുന്നു. അതായത് ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതവും കൂടുതൽ ശക്തമായിരിക്കും. ഇവിടെ ഭഗവാൻ ഉൾപ്പെടെ എല്ലാവരും ദ്രൗപദിയുടെ തീരുമാനത്തിനായി വിട്ടുകൊടുക്കുന്നു. വൈദിക സംസ്കാരത്തിൽ സ്ത്രീകൾ എത്രമാത്രം ആദരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ കഴിയും. ദ്രൗപദി ഇവിടെ എന്ത് ചെയ്യുന്നു? അക്ഷന്തവ്യമായ, നിന്ദ്യവും നീചവുമായ തെറ്റ് ചെയ്ത ആളെ, ബ്രാഹ്മണൻ എന്ന പേരിനെ അർഹനല്ലാത്ത ഒരാളെ ബ്രാഹ്മണൻ എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ശില പ്രഭുപാദ് പറയുന്നത്, സ്ത്രീകളുടെ സഹജമായ സ്വഭാവം അങ്ങനെയാണ്. സ്ത്രീകളിൽ നിന്ന് അങ്ങനെയേ പ്രതീക്ഷിക്കാൻ കഴിയൂ. വിവേകത്തകൾ പലപ്പോഴും വികാരങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നതാണ് സ്ത്രീകളുടെ സഹജമായ സ്വഭാവം. ഭക്തിവിനോദ് സ്വാമി മഹാരാജ് തൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, പലപ്പോഴും സ്ത്രീ സഹജമായ സ്വഭാവങ്ങൾ ഇല്ലാത്ത സ്ത്രീത്വം വളരെ ഡ്രൈ ആയിരിക്കും, അതായത് ഒരു ഉണങ്ങിയ മരക്കഷ്ണം പോലെ ആയിരിക്കും എന്നാണ് മഹാരാജ് പറഞ്ഞത്. സ്ത്രീകൾ പ്രൊഫഷണൽസ് ആവുകയും ബോൾഡ് ആവുകയും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ സ്ത്രീ സഹജമായ ഒരു നൈസർഗികമായ സ്ത്രീത്വം പലപ്പോഴും നഷ്ടപ്പെടുകയോ
നഷ്ടപ്പെടുത്തേണ്ടതായി വരികയോ ഒക്കെ ചെയ്തേക്കാം. വൈദിക സംസ്കാരത്തിൽ സ്ത്രീകൾ വളരെയധികം പെട്ടിരുന്നു. ഇവിടെ തന്നെ ദ്രൗപദിയുടെ തീരുമാനം എന്തു തന്നെ ആയാലും ഭഗവാൻ ഉൾപ്പെടെയുള്ളവർ അതിനായി കാത്തുനിന്നു. ഇനി തന്റെ വസ്ത്രാക്ഷേപം ചെയ്ത സ്ത്രീത്വത്തിനെ അഭിമാനിച്ച ദുശാസനൻ വലിച്ചഴിച്ച മുടിക്കെട്ട് ദുശാസനന്റെ രക്തം പുരട്ടിയേ കെട്ടുകയുള്ളൂ എന്ന് ശപഥം ചെയ്ത ദ്രൗപദിയുടെ ശപഥം ഭീമസേനൻ നിറവേറ്റിക്കൊടുത്തു. അല്ലെ, ദുശാസനോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നിയ അതേ ദ്രൗപദി തന്നെ തന്റെ മക്കളുടെ ഘാതകനെ ബ്രാഹ്മണൻ എന്ന കാരണം കൊണ്ട് കാര്യങ്ങൾ മറ്റൊരു വിധത്തിൽ കണ്ടു. ബ്രാഹ്മണൻ എന്ന രീതിയിൽ ഏറ്റവും നിന്ദ്യമായ, നീചമായ, ശിക്ഷാർഹമായ കൃത്യമാണ് അശ്വത്ഥാമാവ് ചെയ്തതെന്ന് ചിന്തിക്കാനുള്ള വിവേചന ബുദ്ധി, കാര്യങ്ങളുടെ നന്മ തിന്മകളെ കുറിച്ച് വിലയിരുത്തി അതനുസരിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള ബുദ്ധി കാണിച്ചില്ല. അത് സ്ത്രീ സഹജമെന്ന് ശ്രീല പ്രഭുപാദർ പറയുന്നു. പ്രഭുപാദ് വീണ്ടും പറയുന്നു, ഇവിടെ ഒരാൾക്ക് വളരെ ഉയർന്ന വിവേചന ബുദ്ധി ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ സ്ത്രീകളുടെ സൗമ്യവും സഭ്യവും സരളവുമായ മൃദു സ്വഭാവത്തെ അനുഗമിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് യഥാർത്ഥ നീതി നടപ്പിലാക്കാൻ തടസ്സമാകും. അതുകൊണ്ട് നമുക്ക് വളരെ ശക്തമായ വിവേചന ബുദ്ധി ഉണ്ടായേ മതിയാകൂ. അശ്വത്ഥമാവ് സ്ത്രീ സഹജമായ നന്മയാൽ ഒരുപക്ഷെ ആദരിക്കപ്പെട്ടേക്കാം. സ്ത്രീകൾ അവരുടെ ചിന്താശക്തിക്കും താല്പര്യത്തിനും അനുസരിച്ച് പറയുകയും ചെയ്തേക്കാം. പക്ഷെ അതുകൊണ്ട് അശ്വത്ഥാമാവ് ഒരു നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു എങ്കിലും ഒരിക്കലും ആദരവ് അർഹിക്കുന്നില്ല. സദ്ഗുണ സമ്പന്നയായ ഒരു സ്ത്രീയാൽ ആദരിക്കപ്പെട്ടു എന്ന് വെച്ച് അശ്വത്ഥാമാവ് ഒരിക്കലും ഒരു നന്മയുള്ള ബ്രാഹ്മണനായി അംഗീകരിക്കപ്പെടില്ല. പ്രഭുപാദ് വളരെ ശക്തമായി തന്നെ ഈ ഭാവാർത്ഥത്തിൽ പറയുന്നു, നമ്മുടെ വിവേചന ശക്തിയെയും ന്യായത്തെയും മാന്യനാകാനായി മാത്രം നാം ഒരിക്കലും ഉപേക്ഷിക്കരുത്. സ്ത്രീയുടെ സൗമ്യമായ സ്വഭാവത്തെ പിന്തുടർന്ന് നീചരെ ഒരിക്കലും അംഗീകരിക്കരുത്. അതായത് പ്രഭുപാദി ഇതില് വിവേചന ബുദ്ധി, സാമാന്യ ബുദ്ധി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വളരെ ശക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വിവേചന ശക്തിയെയും ബുദ്ധിയെയും ന്യായത്തെയും മാന്യനാകാനായി മാത്രം നാം ഒരിക്കലും ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു പ്രഭുപാദിന്റെ ഒരു വളരെ വിലയേറിയൊരു നിർദ്ദേശമാണ്. അതായത് നമ്മൾ പലപ്പോഴും നല്ല പിള്ള ചമയാനായി തെറ്റുകളെ നമ്മൾ പറയില്ല. അങ്ങനെയുള്ള അപ്പൊ നമ്മൾ നല്ലതാകുമല്ലോ എന്നുള്ള നമ്മുടെ ആ ഒരു ധാരണ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യും. അതിനെയാണ് പ്രഭുപാദ് ഇവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. വിവേചന ബുദ്ധിയോടെ കാര്യങ്ങൾ കണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറയുക തന്നെ ചെയ്യണം. ഇതിന് മറ്റൊരു വശം കൂടെയുണ്ട്. ചില ആളുകൾ എത്ര നല്ല കാര്യങ്ങളായാലും എത്ര നല്ല കാര്യം ചെയ്താലും അതിന്റെ ഒരു ദോഷം മാത്രം കണ്ടുപിടിക്കും, എന്നിട്ട് അതിനെ പ്രൊജക്റ്റ് ചെയ്യും. പക്ഷെ അത് തെറ്റാണ്. കാരണം അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ദോഷയുക്കളെന്ന് പറയും. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം, അതുപോലെ തന്നെ പറയേണ്ടതായ തെറ്റുകൾ വിവേചന ബുദ്ധിയോടെ നമ്മൾ അതിനെ അവതരിപ്പിക്കുകയും വേണം എന്നാണ് പ്രഭുപാദ് ഇതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത്. ഇവിടെ പ്രഭുപാദ് പറയുന്നു, സ്ത്രീയുടെ സൗമ്യമായ സ്വഭാവത്തെ പിന്തുടർന്ന് നീചരെ ഒരിക്കലും അംഗീകരിക്കരുത്. ദ്രൗപദി ഭഗവാന്റെ എറ്റേണൽ അസോസിയേറ്റ് ആണ്. തന്റെ ഭക്തയിലൂടെ ഭഗവാൻ സ്ത്രീകളുടെ വാമ സ്വഭാവത്തെ കാണിച്ചു തരുന്നു. ഇതേ ദ്രൗപദി തന്നെ തുടർന്ന് വരുന്ന ശ്ലോകങ്ങളിൽ അശ്വത്ഥാമാവിനെ വധിക്കാതിരിക്കാൻ പറയുന്ന കാര്യങ്ങളാൽ ഭഗവാനാലും പാണ്ഡവരാലും പ്രകീർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് തുടർന്ന് കാണാൻ കഴിയും. ഇനി പ്രഭുപാദ് കൃഷ്ണാവബോധത്തിൽ വരുന്ന സ്ത്രീകളുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നു. പ്രഭുപാദ് പറയുന്നത് കൃഷ്ണാവബോധത്തിൽ വരുന്ന സ്ത്രീകളുടെ കാര്യം വ്യത്യസ്തമാണ്. ശ്രീമദ് ഭാഗവതം 9-ാം സ്കന്ധത്തിലെ ഉർവശി എന്ന അപ്സരസ് സ്ത്രീകളെ വിമർശിച്ചുകൊണ്ട് പറയുന്ന ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നു, പുരുഷന്മാരോ സ്ത്രീകളോ അവർ കൃഷ്ണാവബോധത്തിലാണെങ്കിൽ എല്ലാവരും തുല്യരാണ്. മറ്റൊരു സന്ദർഭത്തിൽ പ്രഭുപാദിന്റെ ഡിസൈപ്പിൾ മാധവാനന്ദ പ്രഭുവിനോട് പ്രഭുപാദ് പറയുന്നു, നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിലെ കുറിച്ചുള്ളവരെ അല്ല, നമ്മുടെ
കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലുള്ള സ്ത്രീകളുമായി അസോസിയേറ്റ് ചെയ്യുന്നവർ, അവർ കൃഷ്ണാവബോധത്തിലാണെങ്കിൽ നിങ്ങൾ മുക്തരാക്കപ്പെടും. അതുപോലെ 1969 ഹിമാവതി മാതാജിക്ക് അയച്ചുള്ള ഒരു കത്തില് മാതാജി പെൺകുട്ടികളെ കുറിച്ചുള്ള മാതാജിയുടെ ഒരു ചോദ്യത്തിന് മറുപടിയായി പ്രഭുപാദ് പറഞ്ഞു, കൃഷ്ണാവബോധത്തിൽ ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമില്ല. പെൺകുട്ടികൾക്കും പ്രചാരകരാകാം. പക്ഷെ അവർ അതിന് പ്രാപ്തരാണെങ്കിൽ, പെൺകുട്ടികൾ പ്രാപ്തരാണെങ്കിൽ അവർക്ക് നല്ല പ്രചാരകരാകാം എന്ന് പ്രഭുപാദ് പറയുന്നു. പരസ്പരം ഇന്ദ്രിയ സംതൃപ്തിക്കുള്ള വസ്തുക്കളായി കാണുന്നത് ഉപേക്ഷിക്കുന്നത് വരെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചൂഷണരഹിതമായ മാർഗത്തിൽ പരസ്പരം ഇടപെടാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അങ്ങനെ കഴിയണമെങ്കിൽ അവരുടെ അവബോധം ആധ്യാത്മിക നിലവാരത്തിലേക്ക് ഉയരണം. അങ്ങനെ ഉയർത്തേണ്ടിയിരിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ, ഒരു കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ. ഭക്തന്മാർ സ്ത്രീകളെ മനുഷ്യർ എന്ന നിലയിലുള്ള മൂല്യത്തിൽ മാത്രമല്ല, ഭാര്യമാരും അമ്മമാരും എന്ന നിലയിലുള്ള അവരുടെ സംഭാവനകൾക്ക് സമൂഹത്തിലെ വിലപ്പെട്ട അംഗങ്ങളായി സ്ത്രീകളെ ബഹുമാനിക്കുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ, അമ്മ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെ ഭക്തർ നിസ്സാരമായി കാണുന്നില്ല. ഒരു സമൂഹത്തിന്റെ ഗുണനിലവാരം വലിയ അളവിൽ ആ സമൂഹം ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ കുടുംബങ്ങളുടെ ഗുണനിലവാരത്തെ പ്രതിഫലിപ്പിക്കും. ഭാര്യാപദവിയും മാതൃത്വവും നിർണായകമായ ഉന്നതമായ കർത്തവ്യമാണ്. അതുകൊണ്ട് ഒരു നല്ല ഭാര്യയോ ഒരു നല്ല അമ്മയോ ആകുന്നത് ഒരു ചെറിയ കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വളരെ ഉയർന്ന കാര്യം തന്നെയാണത്. നിസില പ്രഭുപാദ് ഈ ശ്ലോകത്തിന്റെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പറയുന്നു, സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ്. കാരണം സ്ത്രീകൾ ദുർബലരാണ്. സരളവും സൗമ്യവും മൃദുലമായിട്ടാണ് സ്ത്രീകളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്. ഇന്നത്തെ ആധുനിക സംസ്കാരം ഒരുപക്ഷെ ഇതിനോട് വിയോജിപ്പ് പ്രകടിച്ചേക്കാം. എങ്കിലും സ്ത്രീകൾ പ്രകൃത്യാ തന്നെ വളരെ പെട്ടെന്ന് നന്മയാൽ സ്വാധീനിക്കപ്പെടാനും തിന്മയാൽ വഴിതെറ്റിക്കപ്പെടാനും സാധ്യതയുള്ളവരായി പറയുന്നു. കുട്ടികളെ പോലെ, കുട്ടികൾ അങ്ങനെയാണ്. പെട്ടെന്ന് അവര് കാര്യം എന്തെന്നറിയാതെ നന്മ തിന്മ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് കുട്ടികൾക്കില്ല, ആ ഒരു വിവേകമില്ല. സ്ത്രീകൾ അതുപോലെയാണ് കുറച്ചൊക്കെ എന്ന് പ്രഭുപാദ് പറയുന്നു. ഇനി കുട്ടികളുടെ സ്വഭാവം നന്ന് ചെറുപ്പത്തിലെ തന്നെ പരിശീലിപ്പിച്ചാൽ ഭാവിയിൽ അവർ നല്ല അമ്മമാരും നല്ല പത്നിമാരും ആയി തീരും. വേദസാഹിത്യങ്ങളിൽ കുട്ടികൾ എങ്ങനെ പരിശീലിപ്പിക്കപ്പെടണം എന്നതിനെ കുറിച്ച് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ടെന്ന് പ്രഭുപാദ് പറയുന്നു. അതുകൊണ്ട് ഭാവിയിൽ അവർ വളരെ സന്തുഷ്ടരായി തീരും. ഇനി എല്ലാറ്റിൻ്റെയും അന്തിമമായ ലക്ഷ്യം ഭഗവാനുമായി എങ്ങനെ കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അന്ത്യമായത്. അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതതോ ബ്രഹ്മ ജിജ്ഞാസ, ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ, ജിജ്ഞാസ എല്ലാവരിലും ഉണ്ടാകണം. അതായത് ഇപ്പൊ നമ്മ ഒരു അന്തിമ ലക്ഷ്യം, അൾട്ടിമേറ്റ് ഗോള് ഭഗവാനെ അറിയുക എന്നതാണെന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ട് ഒരാൾ ചോദിക്കും, ഭഗവാൻ ആരാണ്, കൃഷ്ണൻ ആരാണ്, അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള ആ ജിജ്ഞാസയാണ് ഉണ്ടാകേണ്ടതെന്ന് പ്രഭുപാദ് പറയുന്നു. അതിനെ വേദങ്ങളിൽ അതതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് ആണ് പറയുന്നത്. അപ്പൊ കുട്ടികൾക്ക് ആ ജിജ്ഞാസ ഉണ്ടാവണം. കുട്ടികള് ആൺകുട്ടികളായും പെൺകുട്ടികളായാലും ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ കാര്യങ്ങളെ കുറിച്ചുമൊക്കെ അറിയാനുള്ള ജിജ്ഞാസയോടെ വളർത്തപ്പെടണം. ആ ജിജ്ഞാസ അവർക്കുണ്ടാകണം. നമ്മുടെ അന്തിമമായ ലക്ഷ്യം എന്തെന്ന് അവർ അറിഞ്ഞിരിക്കണം, അല്ലെ? ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ സംസ്കാരത്തിൽ ഇതൊന്നും പറഞ്ഞാൽ ആർക്കും അറിയൂല. ഒരുപക്ഷെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നവരും വളരെ ചുരുക്കമായിരിക്കും. പക്ഷെ പണ്ടും ഇതുപോലെ തന്നെയായിരുന്നു. ഭൗതികതയിൽ, അതായത് ഇന്ദ്രിയ സംതൃപ്തനത്തിൽ മുഴുകിയിട്ടുള്ള ആൾക്കാർക്ക് പണ്ടും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയുമില്ലായിരുന്നു. അതായത് മിഥ്യാഹങ്കാരത്താൽ പ്രചോദിതനായ ആത്മാവ് താനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന ആ ധാരണയാണ് ഉള്ളത്. അങ്ങനെയുള്ള ആളുകൾ ഒരിക്കലും ഇതൊന്നും അംഗീകരിക്കുകയില്ല. ഇവിടെ നമ്മൾ കാണുന്നത് പാണ്ഡവർ, അവർ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തരായിരുന്നു. സമൂഹത്തിന് പാഠമാകാൻ വേണ്ടി, ധർമ്മതത്വങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ പലപ്പോഴും അവരെ കൊണ്ട് പലതും ചെയ്യിക്കുന്നു.
അല്ലെ? അവർ ചെയ്യുന്നു, പക്ഷെ അവർ സദാ ഭഗവാനുമായി കണക്റ്റഡ് ആയിരുന്നു. ശുദ്ധീകരിക്കപ്പെട്ട് അവർ വീണ്ടും വീണ്ടും ഭഗവാനോട് ചേർന്ന് നിന്നു. കുന്തിദേവി പറയുന്നു 1.8.25 വിപദ സന്തുദാശ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാത് പുനർഭവ ദർശനം. അതായത് അത്തരം മഹാവിപത്തുകൾ വീണ്ടും വീണ്ടും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ അപ്പോൾ മാത്രമേ ഞങ്ങൾക്ക് അങ്ങയെ വീണ്ടും വീണ്ടും ദർശിക്കാനാവുകയുള്ളൂ. ഭഗവാനെ ദർശിക്കുക എന്ന് പറഞ്ഞാൽ ജനന മരണ ആവർത്തന ചക്രങ്ങളിൽ നിന്നുള്ള മോചനം എന്നാണ്. അപ്പോൾ ഇവിടെ ഭഗവാൻ വളരെ ഉന്നതമായ നിലയിലുള്ള ഭക്തിയാണത്. ഭഗവാൻ എപ്പോഴും എന്ത് സംഭവിച്ചാലും കൂടെ ഉണ്ടാകും എന്നുള്ള അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും ആണ് കുന്തിദേവി പ്രകടിപ്പിക്കുന്നത്, അല്ലെ? ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ വിപത്തുകളുടെ ഒരു സാഗരം തന്നെയും പശുവിന്റെ കാലടികളിലെ ഒരു കുളമ്പിലെ വെള്ളം പോലെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും, അല്ലെ? ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും ഭക്തിയും നൽകി ഭഗവാനെ എപ്പോഴും സ്മരിക്കാനും ഒരിക്കലും മറക്കാതിരിക്കാനും എല്ലാവരെയും പ്രാപ്തരാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, അനന്തകോടി വൈഷ്ണവൃന്ദ കി ജയ്. ഹരേ കൃഷ്ണ, ഹരിബോൾ. എന്തെങ്കിലും തെറ്റുകളോ അബദ്ധങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിച്ച് തിരുത്തുക. എന്തെങ്കിലും കൂടുതലായി കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ. ഹരേ കൃഷ്ണ, ഹരിബോൾ. താങ്ക് യു. हरे कृष्ण माजी, थैंक यू माजी. हरे कृष्ण. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. താങ്ക് യു മാതാജി. പറഞ്ഞൊക്കെ ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പക്ഷെ നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യുന്നതല്ലേ, ഒന്ന് ഇട്ട് തന്നാൽ ഒരു തവണ കേട്ടോണ്ട് തലേ നമ്മുടെ പ്രായമായവരുടെ മനസ്സിൽ നിൽക്കത്തില്ല. ഒരു തവണ കൂടെ റെക്കോർഡ് ചെയ്ത് ഇട്ട് തരാമെങ്കിൽ ഞങ്ങൾക്കൊക്കെ വളരെ ഉപകാരമായിരുന്നു. അത് ഐശ്വര്യ മാതാജി ചെയ്യുന്നുണ്ടോ മാതാജി? ഇട്ടു തരും. ഇട്ട് തന്നാൽ മതി. അത് തന്നെ. അപ്പൊ നമുക്ക് വീണ്ടും കേൾക്കുമ്പോ അത് മായാതെ തലേ നിൽക്കും നമുക്കത്. വളരെ നല്ല ഒരു ഒരു കാര്യം ചോദിക്കട്ടെ? സംശയമാണ്, എനിക്കറിയില്ല, കൂടുതൽ ഭാഗവതമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് ക്ലാസ് അറിയുന്നതാണെങ്കിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അറിയാവുന്ന വൈഷ്ണവര് നമ്മുടെ കൂടെ ഉണ്ട്, അവള് പറഞ്ഞുതരും. ചോദിക്കും മാതാജി. മാതാജി ഇതിൽ നന്നായിട്ട് ഹോം സ്റ്റഡി നടത്തിയ ആളായതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. ഉത്തരയുടെ ഗർഭത്തില് അവസാനല്ലേ ഈ ഉത്തരയുടെ ഗർഭത്തില് ശസ്ത്രം പ്രയോഗിച്ചത്? ആണോ അവസാനം ഉത്തരയുടെ ഗർഭത്തിൽ? അപ്പൊ അതുകൊണ്ടല്ലേ കൃഷ്ണൻ മുന്നേ ഇത് കണക്ക് കൂട്ടിയിട്ടല്ലേ ഇത് പറഞ്ഞത്? ഈ കുട്ടികളെ നശിപ്പിക്കണേല് അത് കഴിഞ്ഞിട്ടല്ലേ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഇവരെ വെറുതെ വിട്ടതിന് ശേഷമാണോ, അച്യുതാത്മാവിന് വെറുതെ വിട്ടതിന് ശേഷമാണോ വീണ്ടും അത് പ്രേരിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തത്? ഉത്തരയുടെ ഗർഭത്തിലെ ശിശുവിനെ നശിപ്പിക്കാൻ പോയത് ആണോ മാതാജി? അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കഴിഞ്ഞ നരഹരി കൃഷ്ണദാസ് പ്രഭുവിന്റെ ക്ലാസ്സിൽ ഇതുപോലെ തന്നെ ഇത് രണ്ടാമതാണോ അത് സമയത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. പ്രഭു അടുത്ത ക്ലാസ്സിൽ അത് ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രഭു അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ആളാണ്. വളരെ നന്നായിട്ട് ഡീപ്പായിട്ട് മഹാഭാരതവും എല്ലാം പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പ്രഭുവിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടും. എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല മാതാജി. പ്രഭുവിന്റെ ക്ലാസ് മാതാജി കേൾക്കും. തീർച്ചയായിട്ടും അടുത്ത് വരുന്ന ക്ലാസ്സിൽ പ്രഭു അത് വിശദീകരിച്ചു തരും. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാനൊന്നും കേട്ടിട്ടില്ല. ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ്. അപ്പൊ അത് കാരണമാണ് ഞാൻ ചോദിച്ചേട്ടെ, എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. പ്രഭുവിനെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാമെങ്കിൽ അവര് അത് ചെയ്യാം. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. അല്ല, അത് എന്താണെന്നറിയോ, ഞാൻ അത് ചോദിക്കാൻ വേറൊരു ഡൗട്ട് വരാൻ കാരണം എന്താന്ന് വെച്ചാ, ഈ കൃഷ്ണൻ പറയണല്ലോ അശ്വത്ഥാത്മാവിനെ വധിക്കണം എന്ന് പറയണല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ട് ഭഗവാൻ അങ്ങനെ പറയില്ലല്ലോ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവരെ വെറുതെ ദ്രൗപദി വിട്ടപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും അവിടെ സംഭവിക്കുന്ന നമ്മുടെ മനസ്സിലും തോന്നില്ലേ ശരിക്കും? അതായത് പിന്നീട് എന്തെങ്കിലും കാരണമുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഭഗവാൻ അങ്ങനെ പറഞ്ഞ അശ്വത്ഥാത്മാവിനെ വധിക്കണം എന്നുള്ളത്. അല്ല, അശ്വത്ഥാമാവിനെ അങ്ങനെ ശിക്ഷിക്കുന്നതിന് മുമ്പാണ് ഉത്തരയുടെ ഇതിലേക്ക് അയച്ചത്. അശ്വത്ഥാമാവ് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ആയിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
അശ്വത്ഥാമാവിന്റെ എല്ലാ തെറ്റുകൾക്കുമുള്ള ശിക്ഷ ഭഗവാൻ കൊടുത്തു. ഒരു പക്ഷെ വധിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അശ്വത്ഥാമ വധിക്കാതിരിക്കണമെന്ന് ഭഗവാൻ ഭഗവാന്റെ ഇംഗിതം അതായിരുന്നു. കാരണം അശ്വത്ഥാമാവ് വധാർഹനാണെങ്കിലും ദ്രോണാചാര്യര് അല്ലെങ്കിൽ ദ്രോണാചാര്യന്റെ പത്നി ആദരിക്കപ്പെടണം അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കർത്തവ്യബോധം, അർജുനന്റെ കർത്തവ്യം. അതുകൊണ്ട് അർജുനൻ അശ്വത്ഥാമാവിനെ വധിച്ചില്ല. അതുപോലെ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവിനെ വധിക്കാതിരിക്കാനായിട്ട് ദ്രൗപദി പറയുന്ന ന്യായങ്ങളുണ്ട്. അതെല്ലാം ഭഗവാൻ പ്രശംസിക്കുന്നുണ്ട്. അതിലേക്ക് കടക്കുമ്പോൾ മാതാജിക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ടാണ് അശ്വത്ഥാമാവ് വധിക്കപ്പെടാത്തത്. പക്ഷെ അതിനേക്കാൾ ശക്തമായ നിന്ദ്യമായ ശിക്ഷ ഭഗവാൻ അശ്വത്ഥാമാവിന് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ബ്രാഹ്മണന് ആയിട്ടും വളരെ മോശമായ രീതിയിൽ കഴിയാനായിട്ടും വളരെ ഭഗവാൻ ശപിക്കുക പോലും ചെയ്യുന്നുണ്ട് അശ്വത്ഥാമാവിനെ. അപ്പൊ അത്രയും വലിയ ശിക്ഷ കൊടുക്കുന്നുണ്ട്. അപ്പോ അത് അശ്വത്ഥാമാവിനുള്ള ആ തെറ്റിനുള്ള ശിക്ഷയാണ്. പക്ഷെ അതേസമയം അശ്വത്ഥാമാവ് വധിക്കപ്പെടരുത് എന്നും ഭഗവാൻ ഇംഗിതം അതായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, കുറച്ച് ഗ്യാപ്പ് വന്നു, എന്തോ അത് കേട്ടില്ല. എന്നാലും താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. നന്നായിട്ട് മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രണാംസ് മാതാജി. വളരെ നന്നായിരുന്നു. നല്ല പ്രിപ്പയർഡ് ആയിട്ട് മാതാജി നല്ല പോലെ പറഞ്ഞു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഗുരുവിന്റെയും വൈഷ്ണവരുടെയും പ്രഭുവാദിന്റെ ഒക്കെ കൃപ മാതാജി, അല്ലാതെ എനിക്ക് ഒന്നുമില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അനുഭവമല്ല, നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ പകുതിയെ കേട്ടുള്ളൂ, എങ്കിലും നന്നായിരുന്നു. ഹരേ കൃഷ്ണ. പിന്നെ മറ്റേ രണ്ടാമത്തെ പാഹി പാഹി വരുന്നില്ല, ഉത്തര വരുന്നത്. ഉത്തര ഓടിക്കൊണ്ട് വരുന്നത് കൃഷ്ണൻ ദ്വാരകയിലേക്ക് പോകുമ്പോഴാ, എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടാണ് അത് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ ഇത് കഴിഞ്ഞിട്ടാണോ അശ്വത്ഥാമാവ് വീണ്ടും ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്, അല്ലെങ്കിൽ ആ ബ്രഹ്മാസ്ത്രം അപ്പോഴാണോ ഉത്തരയുടെ അടുത്ത് ചെല്ലുന്നത്? ഒരു ഗ്യാപ്പ് ഇതിനെ കുറിച്ച് കാരണം അതില് അപ്പൊ ബ്രഹ്മാസ്ത്രം ആക്ച്വലി പാണ്ഡവരെ എല്ലാവരെയും പിന്നെ ആ കുട്ടിയെയും കുഞ്ഞിനെ മാത്രമല്ല പാണ്ഡവർക്കെതിരെയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ പാണ്ഡവരുടെ കുട്ടികളെ വധിച്ചതിന്റെ ശിക്ഷയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് വിട്ടതിന് ശേഷമാണ് പാണ്ഡവരെയും ഇതിനെയും ചെയ്യുന്നത്. അത് ഭഗവാൻ പോകുന്ന സമയത്താണ്, ഭഗവാൻ പോവാൻ തുടങ്ങുമ്പോഴാണ് ഉത്തര ഓടി വരുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ മനോഹരമായ ക്ലാസ്സിന് വളരെ നന്ദി മാതാജി. ഗംഭീരമായ ക്ലാസ് ആയിരുന്നു. നന്ദി മാതാജി. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതിൽ 2 കോൺട്രാഡിക്ഷൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ അശ്വത്ഥാമാവിനെ വധിക്കാൻ പറഞ്ഞിട്ട് കൂടി മാപ്പ് കൊടുക്കേണ്ട കാര്യമെന്ത്? ഒന്ന്. രണ്ടാമത്തെ ചോദ്യം, ഉത്തരയുടെ ഗർഭത്തിലേക്ക് അശ്വത്ഥാമാവ് ഈ ബ്രഹ്മാസ്ത്രം തിരിച്ചു വിട്ടത് ശിക്ഷ അദ്ദേഹത്തിന് കിട്ടിയതിന് ശേഷമാണോ അതിനു മുമ്പാണോ? ഈ 2 ചോദ്യമാണ് നമുക്കുള്ളത്. മാതാജി നന്നായി ആൻസർ പറഞ്ഞു. അതിന്റെ കൂടെ എക്സ്ട്രാ പോയിന്റ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ നരഹരി പ്രഭുവിന്റെ ക്ലാസ് വരെ വെയിറ്റ് ചെയ്യണമെന്നും മാതാജി പറഞ്ഞു. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. നന്ദി മാതാജി. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ആൾറെഡി ഷഡ്ഭുജ പ്രഭു അടക്കമുള്ള ഡോട്ടീസ് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന്, നമ്മുടെ ഭഗവാൻ യഥാർത്ഥത്തിൽ വധിക്കണം എന്ന് പറയുമ്പോഴും ആ പറയുന്നതിന് ശേഷം അർജുനന്റെ മനസ്ഥിതി എന്താണ് എന്ന് കാണാൻ വേണ്ടി ഭഗവാൻ ആഗ്രഹിക്കുന്നു. ഒരു വൈഷ്ണവന്റെ ഹൃദയം എങ്ങനെ തുടിക്കുന്നു എന്ന് ഭഗവാൻ കാണാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വധിക്കണം എന്ന് പറഞ്ഞിട്ട് കൂടി ഇന്നത്തെ ഗൗരപ്രിയ മാതാജി പറഞ്ഞതുപോലെ ഭഗവാന്റെ ഇംഗീതം വധിക്കണമെന്നായിരുന്നില്ല, എന്ന് വധിക്കണമെന്ന് ഭഗവാൻ പറയുന്നു. അങ്ങനെ പറയുന്നതിലൂടെ ഒരു ടോപ്പിക് ഇടുകയാണ്, നിങ്ങൾ ഓരോരുത്തരുടെ അഭിപ്രായം പറയൂ എന്നുള്ള രീതി. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അശ്വത്ഥാമാവിന്റെ അമ്മ സംരക്ഷണമില്ലാതായി പോകരുത് എന്നുള്ള രീതിയിലുള്ള പാണ്ഡവരുടെ ചർച്ച ശരിക്കും ഭഗവാൻ ആഗ്രഹിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞു, ഭഗവാൻ വധിക്കണം എന്ന് പറയുമ്പോഴും ഭഗവാന്റെ കണ്ണ് താമര നയനത്തോടുകൂടി ആയിരുന്നു. എന്നാൽ അർജുനന്റെ കണ്ണ് അത് ചുവന്ന കണ്ണായിരുന്നു. എന്നാൽ ഇവിടെ തിരിച്ച് സംഭവിക്കുന്നത് ഭഗവാൻ
അദ്ദേഹത്തിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അർജുനൻ അദ്ദേഹത്തിനെ വിട്ടയക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് തന്നെ. അതുകൊണ്ട് താമര നയനങ്ങളോടുള്ള കൃഷ്ണനെ വധിക്കാൻ പറഞ്ഞെങ്കിൽ കൂടിയും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ വധിക്കണമെന്ന് ഉണ്ടായിരുന്നില്ല. അർജുനൻ പറഞ്ഞതുപോലെ അർജുനനെ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു കേൾക്കാനാണ് കൃഷ്ണൻ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതാണ് ആ താമര നയനവും ചുവന്ന കണ്ണുകളുള്ള അർജുനനും എന്നുള്ള ആ ഒരു ചർച്ചയിൽ വളരെ മനോഹരമായി അന്ന് അദ്ദേഹം ചർച്ച ചെയ്തു. അത് അന്നത്തെ ക്ലാസ് ആരാണ് ഈ ഒരു ടോപ്പിക് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആരാണ് ഈ താമര നയനത്തിനെ കുറിച്ച് സംസാരിച്ചത്? ഇദ്ദേഹമാണ്. നമ്മുടെ പ്രഭുവിന്റെ പേര് നമ്മുടെ അതിചന്ദ്ര പ്രഭുവിന്റെ ക്ലാസ്സിലായിരുന്നു ഈ ടോപ്പിക് സംസാരിച്ചത്. അപ്പോ അതുകൊണ്ട് അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്, എന്നാൽ യഥാർത്ഥ കോൺട്രഡിക്ഷൻ ഇല്ല. ഭഗവാന്റെ ആഗ്രഹം ഇന്നത്തെ ക്ലാസ്സിൽ മാതാജി പറഞ്ഞതുപോലെ ഭഗവാന്റെ ഇംഗീതം അദ്ദേഹത്തിന് വെറുതെ വിടണം എന്നല്ല, കൊല്ലണ്ട എന്ന് തന്നെയായിരുന്നു. ശിക്ഷ കൊടുക്കണം, പക്ഷെ കൊല്ലണ്ട എന്നായിരുന്നു ഭഗവാൻ ഇംഗീതം കൊണ്ട് ആഗ്രഹിച്ചത്. എന്നാ പറഞ്ഞത് കൊല്ലണം എന്ന് ആണെങ്കിൽ കൂടി. അതൊന്ന്. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ ഉത്തരദേവി എപ്പോഴാണ് അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് ബ്രഹ്മാസ്ത്രത്തെ തിരിച്ചുവിട്ട് ഭഗവാനെ ആത്മസമർപ്പണം ചെയ്തു എന്നതിനെ കുറിച്ചാണ്. അതിന്ന് ലക്ഷ്മിപ്രിയ മാതാജി പറഞ്ഞതുപോലെ അത് ഏറ്റവും അവസാനമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരണങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഡീപ്പായിട്ട് ഈ വിഷയത്തിനെ കുറിച്ച് റിസർച്ച് നടത്തി നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്ന നമ്മുടെ പ്രഭുവിന്റെ പേര് നരഹരി കൃഷ്ണദാസ് പ്രഭു. നരഹരി പ്രഭു ഈ വിഷയത്തിൽ ആൾറെഡി ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. മഹാഭാരതത്തിൽ ഒരു രീതിയിൽ പറയുന്നു, ഭാഗവത്തിൽ അല്പം മാറ്റി പറയുന്നു. എന്നാൽ എന്തിലും കൂടെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് നടത്താൻ കഴിയും. എന്നാൽ സമയ ദൗർലഭ്യം കൊണ്ട് ഞാൻ തൽക്കാലം അടുത്ത ക്ലാസ് വരെ നിങ്ങളെ വെയിറ്റ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ് പ്രഭു പറഞ്ഞത്. അതുകൊണ്ട് ഒരു ഗംഭീരമായ ഈ വിഷയത്തിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് തീർച്ചയായിട്ടും നമുക്ക് നരഹരി പ്രഭുവിന്റെ നിന്ന് തന്നെ കേൾക്കാൻ ശ്രമിക്കാം. താങ്ക് യു മാതാജി. ഇപ്പോൾ ക്ലാസ്സസും ഡിസ്കഷൻസ് ഒക്കെ നല്ല രീതിയിൽ നമുക്ക് പോകുന്നു. ഇപ്പൊ ഇത്രയും ദിവസം നമുക്ക് നാരദ മഹർഷിയെ കുറിച്ചും വ്യാസദേവനെ കുറിച്ചൊക്കെയുള്ള ഒരു ഗംഭീരമായ എപ്പിസോഡുകൾ വ്യത്യസ്ത ഭക്തന്മാര് വ്യത്യസ്ത ആംഗിളിൽ നിന്നും വളരെ മനോഹരമായി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇപ്പൊ നൈസ അത് പതുക്കെ അച്യുതാത്മാവിലേക്കും ഈ പറഞ്ഞ പാണ്ഡവരിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പൊ ഡെയിലി കേൾക്കുന്ന ഈ ഭാഗവതം നമ്മുടെ ലൈഫിൽ വമ്പൻ പരിവർത്തനം തീർച്ചയായിട്ടും വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും ഹൃദയപൂർവ്വം വളരെ ആത്മാർത്ഥമായി നന്ദി പറയും. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. വളരെ ഗംഭീരമായ ക്ലാസ്. ഹരേ താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കീർത്താമ മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ മാജി. പാഞ്ചാകൽപതരുഭ്യഃ കൃപാ സിന്ധുഭ്യോ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശില പ്രഭുപാദ് की जय, ശില ഗുരുദേവ് की जय, अनंत कोटि वैष्णव की जय. हरे कृष्ण. Thank you so much മാജി. ഹരേ കൃഷ്ണ. हरे कृष्ण. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. हरे कृष्ण.